ടൊവിനോ തോമസ്, കയാതു ലോഹർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ മേജർ ഷെഡ്യൂൾ തൊടുപുഴയിൽ പൂർത്തിയായി. ക്വീൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ് ഡിജോ ജോസ്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും കോംബോയിൽ പിറക്കുന്ന ചിത്രമായതിനാൽ ആരാധകരുടെ പ്രതീക്ഷയും വാനോളമാണ്. 1957-58 കാലത്തെ കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. മലയോര ഗ്രാമത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. വിശാലമായ ക്യാൻവാസിലും വലിയ മുതൽ മുടക്കിലുമാണ് ചിത്രം അവതരിപ്പിക്കപ്പെടുന്നത്. കലാസംവിധാനത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ് പള്ളിച്ചട്ടമ്പി. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ നവംബർ പകുതിയോടെ മൈസൂരിൽ ആരംഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന വിവരം. അടുത്ത കാലത്തായി റിലീസായ എല്ലാ ടൊവിനോ ചിത്രങ്ങൾക്കും മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. ഒടുവിൽ ARM എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഈ വർഷത്തെ കേരള സംസ്ഥാന ഫിലിം അവാർഡിൽ സ്പെഷ്യൽ ജൂറി മെൻഷനും ടൊവിനോയെ തേടിയെത്തിയിരുന്നു. ഡ്രാഗൺ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ യുവഹൃദയങ്ങൾ കീഴടക്കിയ താരമാണ് കയാതു ലോഹർ. ഈ ചിത്രത്തിലും ഏറെ അഭിനയ സാധ്യതകൾ നിറഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് കയാതു അവതരിപ്പിക്കുന്നതെന്നാണ് സൂചന. വേൾഡ് വൈഡ് ഫിലിംസ് ഇന്ത്യയുടെ ബാനറിൽ നൌഫൽ, ബ്രജേഷ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. തൻസീർ സലാമും CCC ബ്രദേഴ്സുമാണ് സഹനിർമ്മാതാക്കൾ. പ്രശസ്ത കലാസംവിധായകനായ ദിലീപ് നാഥാണ് ഈ ചിത്രത്തിനായി കലാസംവിധാനം നിർവഹിക്കുന്നത്. ദാദാ സാഹിബ്, ഷിക്കാർ, ഒരുത്തി തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി ശ്രദ്ധേയനായ സുരേഷ് ബാബുവാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വിജയരാഘവൻ, തെലുങ്ക് നടൻ ശിവകുമാർ, സുധീർ കരമന, ജോണി ആന്റണി, TG രവി, ശ്രീജിത്ത് രവി, പ്രശാന്ത് അലക്സാണ്ടർ, ജയകൃഷ്ണൻ, വിനോദ് കെടാമംഗലം തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ.